ഹലോ, വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. യാഥാസ്ഥിതിക കഥാപാത്രങ്ങളെയും പച്ചയായ കഥാപാത്രങ്ങളെയും ഗ്രാമീണ അന്തരീക്ഷത്തിലും ഒപ്പം ഭാരതത്തിൻ്റെ സംസ്കൃതിക്ക് അനുയോജ്യമായ രീതിയിൽ കഥ പറയുന്ന ചിലമ്പ് എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ കണ്ണൂർ സജീവിൻ്റെ പുതിയ ചിത്രം രുദ്രയുടെ ടീസർ റിലീസുമായി ബന്ധപ്പെട്ട് പ്രസ് ക്ലബിൽ നടത്തിയ അഭിമുഖത്തിൻ്റെ വിശദമായ വാർത്തകളിലേക്ക്. സജീവിനോടൊപ്പം പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച നിഷി ഗോവിന്ദും ആർഭാടത്തിൻ്റെ മേമ്പൊടി ഇല്ലാതെ തികച്ചും ഒരു നാട്ടുകാരൻ എന്ന പ്രതിച്ഛായയുമായാണ് സജീവ് സിനിമയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രേക്ഷകരുടെയും കലാകാരന്മാരുടെയും പൂർണ്ണ പിന്തുണ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും രുദ്ര എന്ന കഥാപാത്രത്തിലൂടെ മലയാളിക്ക് നല്ലൊരു അഭിനേത്രിയെയും നല്ലൊരു സംവിധായകനെയും സൃഷ്ടിക്കാൻ കഴിയട്ടെ. ഒപ്പം കൈരളിക്ക് നല്ല നല്ല സിനിമകൾ ഇനി ഉണ്ടാകട്ടെ എന്നും പ്രത്യാശിക്കുന്നു. ദുബായിൽ സിവിൽ എഞ്ചിനീയറായ പ്രവാസിയായ നിഷി ഗോവിന്ദ് മുൻപും കലാരംഗത്ത് സജീവമായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹവും സിനിമയിലേക്ക് വീണ്ടും രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഈ സിനിമ രുദ്ര തികഞ്ഞ ഒരു സ്ത്രീപക്ഷ സിനിമയാണ്. ഇതിലെ നായിക നിഷി ഗോവിന്ദ് ആണ്. തികച്ചും ഒരു ശക്തമായ സ്ഥൈര്യതയുള്ള ഒരു സ്ത്രീപക്ഷ സിനിമ ചെയ്യുവാൻ വേണ്ടി നായികമാരെ തിരഞ്ഞ സമയത്ത് ഈ സിനിമയുടെ കഥാപാത്രത്തിന് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്, ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അതേപോലെ കഴിവുറ്റ ഒരു അഭിനേത്രിയും കൂടിയായ നിഷി ഗോവിന്ദിനെ ഞാൻ സിനിമയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. വളരെ മനോഹരമായി, നമ്മുടെയൊക്കെ ഒരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ അവർ കൈകാര്യം ചെയ്യുകയും സിനിമ എഡിറ്റിങ്, ഡബിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ വർക്കുകളും പുരോഗമിച്ചു കഴിഞ്ഞു. അപ്പോൾ വളരെയധികം സംതൃപ്തി തോന്നുന്ന തരത്തിൽ ഈ രുദ്ര എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഫൈനൽ വർക്കിലേക്ക് കടക്കുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു മനോഹരമായ ഒരു അനുഭവമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് മറ്റെല്ലാ ഘടകങ്ങളെയും പോലെയും നായിക എന്ന കഥാപാത്രത്തിനും കഴിഞ്ഞു. ഞാനും അതിൽ ഒരു വേഷം അവതരിപ്പിക്കുന്നുണ്ട്. ആന്റണി എന്ന പേരിലുള്ള ഒരു വിപ്ലവകാരിയുടെ ഒരു വേഷമാണ് അവതരിപ്പിക്കുന്നത്. കണ്ണകയ്ക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇത്തരം ഒരു കഥ തെരഞ്ഞെടുത്ത് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുകയും പരിശ്രമിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തിട്ടാണ് രുദ്ര രൂപപ്പെടുത്തുന്നത്. ഒരു പ്രകൃതി ദുരന്തത്തിൽ നിന്നാണ് രുദ്ര ആരംഭിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവർ തീരം തേടി യാത്രയാവുകയാണ്. അപ്പം ആരാണ് എന്താണെന്ന് പരസ്പരം അറിയാത്തവർ ഒന്നിച്ചേർന്ന് പിണറായി പോലെയുള്ള സ്ഥലത്ത് ഒരു പുഴക്കരയിൽ ഇവർ ജീവിതം സ്വരുക്കൂട്ടുകയാണ്. പ്രകൃതി ഇവരെ വേട്ടയാടി ഒരുപാട് വേദനകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായി. നേരെ മറിച്ച് അവര് എത്തിയ തീരത്തും ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോ അവർക്ക് താങ്ങായും തണലായും നിൽക്കുവാൻ വേണ്ടിയിട്ട് ഈ രുദ്ര എന്ന കഥാപാത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വലിയ പ്രതിസന്ധികളെ ശക്തമായി അതിശക്തമായി അഭിമുഖീകരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സിനിമയിലെ രുദ്ര. അത് വളരെയധികം നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെ സംവിധായകൻ എന്ന പേരിൽ, എഴുത്തുകാരൻ എന്ന പേരിൽ ഞാൻ സംതൃപ്തനാണ്.
തിരക്കഥ കൂടാതെ ഇതിൻ്റെ മ്യൂസിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ലിറിക്സും ഒക്കെ ചെയ്തിരിക്കുന്നത് ഞാനാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യ പടം തൊട്ട് തന്നെ സിനിമയിലുള്ള മറ്റെല്ലാ വർക്കുകളും ചെയ്യാറുണ്ടായി. ആ കൂട്ടത്തിൽ സംഗീതവും അതേപോലെ പാട്ടും എഴുതിയിട്ടുണ്ട്, ട്യൂൺ ചെയ്തിട്ടുണ്ട്. മനോഹരമായ 2 പാട്ടുകൾ. വിപ്ലവവും പ്രണയവും ഭക്തിയും ആചാരവും ഒക്കെ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇതിൽ വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ നിരർത്ഥകമാണെന്നും അതേസമയം പ്രകൃതി ശക്തികൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന നിസ്സഹായനായ മനുഷ്യനെയും മനുഷ്യ സാഹചര്യങ്ങളെയും കുറിച്ചാണ് രുദ്രയിൽ പ്രതിപാദിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം കരുപിടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാത്തിനോടും പോരാടി ജീവിതം പുഷ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു രോഗം കടന്നു വരുന്നത്. ജനിതക രോഗമാണ്, ചികിത്സയില്ല. അതിനോടും പോരാടേണ്ടി വരും. ഒടുവില് പ്രതീകാത്മകമായി പ്രകൃതി ശക്തികൾ മുന്നിൽ ഇല്ലായ്മയായി പോകുന്ന ഒരു മനുഷ്യകുലത്തിന്റെ ആരംഭം കുറിപ്പിക്കുന്നിടത്താണ് പ്രകൃതിയും മനുഷ്യനും ചരാചരങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാത്തിനോടും അഭിമുഖീകരിച്ച് വളരെ ബോൾഡായി നിൽക്കുന്ന ഒരു സ്ത്രീ രുദ്ര. പക്ഷെ ചില വൈകാരിക നിമിഷങ്ങളോടും ചില വേദനകളോടും ചില നൊമ്പരങ്ങളോടും അതേപോലെ മറ്റ് ചില സാഹചര്യങ്ങളോടും കീഴടങ്ങേണ്ടി വരുന്ന ഒരു കഥാപാത്രമായി വേണ്ടി രുദ്ര വരുന്നു. അവിടെയും അവർ ജീവിതത്തിലെ മറ്റു പലതിനെയും തോപ്പിക്കുന്നു. അതെന്താന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയാണ് രുദ്രയിലെ കഥയും കഥാപാത്രങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ടീസർ, ട്രെയിലർ, സോങ്, മറ്റെല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രമുഖമായ ഒരു മ്യൂസിക് ചാനലുമായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ അവരത് ഡയറക്റ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ഇവിടെ വെച്ചിട്ട് അത് ചെയ്യുന്നത് പിന്നീടേക്ക് മാറ്റി. അപ്പം സാധാരണ രീതിയിൽ വളരെ പ്രഗത്ഭരായ സിനിമക്കാരുടെയൊക്കെ ന്യൂസുകൾ ഇഷ്ടംപോലെ വരികയും സെലിബ്രിറ്റിയുടെ ഒക്കെ വരുന്നു. അപ്പോൾ നമ്മളൊക്കെ എന്താണ് തുടക്കക്കാരനല്ലെങ്കിലും വളരെ പ്രശസ്തമായ ഒരു എഴുത്തുകാരനോ തിരക്കഥാകൃത്തോ സിനിമക്കാരനൊന്നും അല്ല. അപ്പോൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ വളരെ ലളിതമായ രീതിയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും സ്നേഹവും സഹകരണവും ചെയ്യാം. കാരണം ഞാനൊരു സമ്പന്നനല്ല, കേവലം ഒരു കലാകാരനാണ്. പക്ഷെ ഇതിൻ്റെ നിർമ്മാതാവ് കൂടിയാണ് ഞാൻ. കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ സ്വപ്നം കാണുന്ന സബ്ജക്റ്റ് അത് വേറെ കൈകടത്തലുകളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് സമാധാനപൂർവമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എന്താണോ വിചാരിക്കുന്നത്, ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്താണോ ചിന്തിക്കുന്നത് ആ ആശയവും ആ ഒരു സിദ്ധാന്തവും ആ ഒരു കഥയും സന്ദർഭങ്ങളും ഒട്ടും ചോർന്നു പോകാതെ എത്തണം, പ്രേക്ഷകരിലേക്ക് എത്തണം. ഭാവിയിൽ നമ്മളുടെ മനസ്സിൽ പണം സമ്പാദിച്ചില്ലെങ്കിലും മനോഹരമായ ഒരു സിനിമ ചെയ്തു എന്നുള്ളൊരു ചാരിതാർത്ഥ്യമെങ്കിലും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാനൊരു സിനിമ ചെയ്യാൻ നിർമ്മാണത്തിലൂടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഒന്നുകൂടി പറയുകയാണ്, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, വേണ്ട രീതിയിൽ ഈ സിനിമയെ എന്താ പറയുക ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നിഷി ഗോവിന്ദ് സംസാരിക്കും. എൻ്റെ പേര് നിഷി ഗോവിന്ദ്. ആക്ച്വലി ഒരു പ്രവാസി മലയാളിയാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്.
പ്രതീക്ഷിതമായിട്ട് പറയാൻ പറ്റില്ല. ഒരു 4-5 വർഷം മുമ്പ് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് എത്തി നോക്കി പോകാനേ സാധിച്ചുള്ളൂ. കാരണം സിനിമ എന്നാൽ എല്ലാവർക്കും അറിയാം. ഒരുപാട് നമുക്ക് പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് കരിയറിൽ അവിടെ വന്നിട്ട് ദുബായിൽ വന്ന് കുറച്ച് ഒരു ഡെവലപ്പ് ആവുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്ന് വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം അപ്രതീക്ഷിതമായിട്ടാണ് സജീവ് സാർ എന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചത്. ഒരു ഓഫ് ബീറ്റ് വേറൊരു മൂവി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഒരു കോൾ എനിക്ക് വരുന്നതും അതുവഴി ഈ ഒരു ക്യാരക്ടറാണ് കണ്ണകി എന്ന മൂവിന്റെ ഒരു ഭാഗമായിട്ടുള്ള ആളാണ്. പിന്നെ ഒരുപാട് സ്ത്രീപക്ഷ സിനിമകളാണ് ഇദ്ദേഹം എടുത്തത് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ പറയായിരുന്നു ഞാൻ ഈ മൂവി ചെയ്യാൻ റെഡിയാണ്. ഇപ്പം ജോലിയിലാണെങ്കിലും കുറച്ച് ഒരു അവധി എടുത്ത് ഞാൻ വന്ന് ചെയ്യായിരുന്നു. അത്രയും ഒരു അഭിനയ സാധ്യത എനിക്ക് തന്നെ ഉണ്ടെന്ന് തോന്നിയൊരു കഥാപാത്രമാണ് അത് ഉണ്ടായിരുന്നത്. പിന്നെ അതെനിക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നായിരുന്നു എൻ്റെ പേടി. അത്രയും എല്ലാ രീതിയിലും ആ ഒരു അത്രയും ബോൾഡായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അതെങ്ങനെ ഞാൻ ചെയ്യും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡയറക്ടർ നന്നായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും എനിക്ക് ഇതിനെ പറ്റിയൊന്നും അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. മീൻസ് എൻ്റെ ബാഗിലാണ് ഞാൻ കൺസ്ട്രക്ഷൻ സിവിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എൻ്റെ ഈ സിനിമ എന്നുള്ള ഭയങ്കരമായിട്ട് നമുക്ക് പലർക്കും കലയോടുള്ള ഇഷ്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഡാൻസറാണ്. അതുകൂടാതെ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പം അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നുള്ള ഒരുപാട് സംസാരിക്കുക, അതിനെ പറ്റി എന്തൊക്കെ പറയണം അങ്ങനെയൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അറിയില്ല. അതുകൊണ്ട് തന്നെ രുദ്രനെ പറ്റി പറയുകയാണെങ്കിൽ രുദ്ര ഒരു അതിജീവനത്തിന്റെ കഥ പറയുന്ന ഒരു ക്യാരക്ടറാണ്. മെയിനായിട്ട് അതിനകത്ത് കുറച്ച് പ്രതിയായിട്ട് ദുരന്തങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് സമയങ്ങളിലെല്ലാം എസ്പെഷ്യലി ഒരു സ്ത്രീ ആവുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കുറെ പ്രശ്നങ്ങളും ഈ ഇപ്പോഴത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു ഭവിഷ്യത്തും അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ഡയറക്ടർ സാർ വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഞാനത് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനൊത്ത് ഞാനത് അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. ഇനിയെല്ലാം സിനിമ വരുമ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരെ എന്നെ സപ്പോർട്ട് ചെയ്യണം. മുന്നോട്ടും സിനിമയിൽ നല്ലതായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ കൊണ്ട് സാധിക്കുമ്പോൾ ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സിനിമ എനിക്ക് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് തന്നു. മുന്നോട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇത് അംഗീകരിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. രുദ്രയെയും ഞങ്ങളുടെ ടീമിനെയും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. സ്ത്രീപക്ഷ സിനിമയാണെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു സ്ത്രീപക്ഷ സിനിമയിലേക്ക് എത്താനുള്ള കാരണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.